അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫ വസലാമുൻ അലാ മൻ ലാ നബിയ്യ ലദീന മുസ്തഫ അമ്മാ ബഅദ്. ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാവുമ്പോൾ, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാവുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോഴൊക്കെ ദൈവത്തിൽ വിശ്വസിക്കാത്ത ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്കൊരു ദൈവമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന പോലെ ഒരു ദൈവം, കാരുണ്യവാനായ ദൈവമുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുന്നത്? ദൈവത്തിന് ഈ ദുരന്തങ്ങൾ തടഞ്ഞുകൂടായിരുന്നോ? എങ്ങനെയാണ് ആ ദൈവത്തിന് ഇങ്ങനെ ദുരന്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. യഥാർത്ഥത്തിൽ വിശ്വാസികളായ മുസ്ലിമീങ്ങൾ ഈ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി കൊടുക്കാൻ സാധിക്കാത്ത അവസ്ഥയും നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ അതിന് മറ്റു പല രീതിയിൽ മറുപടി കൊടുത്താൽ പോലും ഈ മറുപടി ഒരിക്കലും ആഖിറത്തിൽ വിശ്വസിക്കാത്ത, പരലോകത്തിൽ വിശ്വസിക്കാത്ത ഈ ചോദ്യം ഉന്നയിക്കുന്ന ആളുകൾക്ക് അത് തൃപ്തികരമാവില്ല എന്നും നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ആദ്യമായി ചോദിച്ചത് ഈ യുക്തിവാദികളല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചു പോരുന്ന, അല്ലെങ്കിൽ ഒരു കുഴപ്പമോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയോ ഒന്നും നേരിടാത്ത ഏഞ്ചലിക് ആയിട്ടുള്ള ഒരു ലോകത്ത് ജീവിച്ച് പോന്നിരുന്ന മലക്കുകളാണ് ആദ്യമായി ഈ ചോദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചത് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇതുപോലെ ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ അഥവാ മനുഷ്യനെ സൃഷ്ടിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു എന്ന വിവരം മലക്കുകൾ അറിയുമ്പോൾ മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുന്നത് അതജഅലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫികു ദിമാ, ഭൂമിയിൽ കുഴപ്പം സൃഷ്ടിക്കുന്നവരും അല്ലെങ്കിൽ രക്തം ചൊരിയാൻ പോകുന്നവരുമായിട്ടുള്ള ഈ ആളുകളെ എന്തിനാണ് അള്ളാഹുവെ നിങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് കൃത്യമായ ഒരു ഫിലോസഫിക്കലായിട്ടുള്ള, ഒരു റാഷണൽ ആയിട്ടുള്ള ഒരു മറുപടി അല്ല കൊടുക്കുന്നത്. മറിച്ച് ഈമാനികമായ അല്ലെങ്കിൽ ഫെയ്ത്ത് ബേസ്ഡ് ആയിട്ടുള്ള, നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു മറുപടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നിങ്ങൾ എന്നെ വിശ്വസിച്ചേ പറ്റൂ. ഇതിൻ്റെ ഹിക്മത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യം, ഇതിൻ്റെ ഗുണങ്ങൾ എന്താണ് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളുണ്ട്, അത് എനിക്കാണ് അറിയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് റഹ്മാനായ റബ്ബ് ഇവിടെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഈ ദുരന്തങ്ങളൊക്കെ സംഭവിക്കുക എന്നുള്ള ചോദ്യത്തിന് നമ്മൾ ഉത്തരങ്ങളുണ്ട്, നമുക്ക് പാർഷ്യലായിട്ടുള്ള ഉത്തരങ്ങളുണ്ട്. പക്ഷേ മുഴുവനും കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ പ്രവൃത്തിയുടെ ഹിക്മത്ത് എനിക്ക് പറയാൻ സാധിക്കും, അത് കേവലം ഒരു സൃഷ്ടിയായ എനിക്കത് മുഴുവൻ മനസ്സിലാക്കാൻ സാധിക്കും എന്ന ധാരണ നമ്മൾ ആദ്യം തന്നെ നിർത്തണം എന്നുള്ളത് നമ്മൾ സ്വയം നമ്മളോട് പറയേണ്ട കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഇതിനെ നമ്മൾ ശരിക്കും ഡീഹൈഫനേറ്റ് ചെയ്യണം. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാ ഉണ്ടാവുമ്പോൾ ഇത് സംഭവിക്കുക, അപ്പോൾ എന്താ അള്ളാഹ് ഇല്ലേ എന്ന ചോദ്യം, അഥവാ അള്ളാഹ് ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യവും ഇവിടെ ദുരന്തങ്ങൾ സംഭവിക്കുന്നതും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല. അള്ളാഹ് ഉണ്ടോ ഇല്ലേ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ട് നമ്മുടെ മുന്നിൽ ഒരുപാട് തെളിവുകളുണ്ട്. നമ്മളുണ്ട് എന്ന ഒരൊറ്റ കാര്യം മതി ഇവിടെ അള്ളാഹ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഈ ഭൂമിയുണ്ട്, ഈ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അള്ളാഹ് ഇവിടെ ഉണ്ട്. അപ്പോൾ അള്ളാഹ് ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇതുമായി ബന്ധമില്ല. മറിച്ച് ഈ ഒരു പ്രവൃത്തി, അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള ഹിക്മത്ത്, അത് മറ്റ് ഒരു പ്രത്യേക ചർച്ച തന്നെയാണ്. അഥവാ അള്ളാഹ് ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യം ഇതുമായി ബന്ധമില്ല. അള്ളാഹ് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള ഹിക്മത്ത് അത് നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ ചർച്ച അള്ളാഹ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഹിക്മത്താണ്. അഥവാ ഇവിടെ അള്ളാഹ് പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുന്നു, ഇവിടെ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്നു, ഇതെല്ലാം അള്ളാഹ് ഇവിടെ അനുവദിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഇത് തടയാമായിരുന്നു, പക്ഷെ അള്ളാഹ് ഇത് അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതാണ് ഇവിടെ ചർച്ച. അപ്പോൾ അള്ളാഹ് എന്തിനു വേണ്ടി ഇത് അനുവദിക്കുന്നു എന്ന ചോദ്യം മലക്കുകൾ ചോദിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഈമാനികമായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് പൂർണ്ണമായും അതിൻ്റെ ഹിക്മത്ത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായാലും ഇല്ലെങ്കിലും നമ്മൾ അള്ളാഹുവിൽ പൂർണ്ണ തൃപ്തനായിക്കൊണ്ട് തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. നമ്മൾ ഉണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ് അള്ളാഹ് ഉണ്ട് എന്നതിനുള്ള തെളിവ്. അപ്പോൾ ഇനി നമുക്ക് ഒട്ടും ഉത്തരമില്ല എന്നുള്ളതാണോ? അല്ല, നമുക്ക് ഉത്തരങ്ങളുണ്ട്. നമുക്കിതിന് ചില പാർഷ്യലായിട്ടുള്ള ഉത്തരങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട്, വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരൊറ്റ ദുരന്തം ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള, നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ദുരന്തത്തെ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒന്ന് സംസാരിക്കാം. അപ്പോൾ രണ്ട് കാറ്റഗറി ആളുകളുണ്ട്. ഒന്ന്, ഈ ദുരന്തം നേരിട്ട് ബാധിച്ച ആളുകൾ, അഥവാ ഈ ദുരന്തത്തിൽ ജീവൻ സ്വത്തും എല്ലാം നഷ്ടപ്പെട്ട, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇതിൽ അനുഭവിച്ചിട്ടുള്ള ആളുകളുണ്ട് ഒന്ന്.
രണ്ട്, ഈ ദുരന്തം നേരിട്ട് ബാധിച്ചിട്ടില്ലാത്ത ആളുകളുണ്ട്. അഥവാ നമ്മളെപ്പോലെയുള്ള ഈ ദുരന്തം ബാധിച്ചിട്ടില്ലാത്ത വീടോ സ്വത്തോ കുടുംബമോ ഒന്നും നഷ്ടപ്പെടാതെ സുഖലോലുപരായി ജീവിക്കുന്ന നമ്മളെപ്പോലത്തെ ആളുകളുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ ദുരന്തം എന്ന് ചോദിച്ചാൽ ഈ രണ്ട് കൂട്ടർക്കുമുള്ള പരീക്ഷണമാണ് എന്നതാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരം. ഇനി എങ്ങനെയാണ് ഇത് പരീക്ഷിക്കപ്പെടുന്നത്? അഥവാ ആദ്യം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ ദുരന്തമല്ല, മറിച്ച് ഈ ദുരന്തം കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് ഈ ദുരന്തത്തെ ഈ രണ്ട് വിഭാഗം ആളുകൾ എങ്ങനെ നേരിടുന്നു, അഥവാ ഈ ദുരന്തം നേരിട്ട് ബാധിക്കാത്ത സുഖലോലുപരായി ജീവിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ഈ ദുരന്തത്തോട് പ്രതികരിക്കുന്നത്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ കൂട്ടരെ പരീക്ഷിക്കുന്നതിൻ്റെ ഒരു ഹിക്മത്ത് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വല്ലാഹു ലാ യുഹിബ്ബുൽ ഫസാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഫസാദ് താല്പര്യമില്ല. മറിച്ച് ഈ ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ നാട്ടുകാരും മനുഷ്യരെന്ന നിലയിൽ അവരവിടെ അനുഭവിക്കുമ്പോൾ നമ്മൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മൾ ഇവരെ സഹായിക്കാൻ എത്രത്തോളം മുന്നോട്ട് വരുന്നു. ഇപ്പോൾ നമ്മൾ പാവങ്ങളെ സഹായിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന പ്രതിഫലവും അല്ലെങ്കിൽ പാവങ്ങളെ സഹായിക്കുക എന്ന ആ ഒരു നന്മ ഈ ലോകത്ത് വരണമെങ്കിൽ ആദ്യം പാവങ്ങൾ ഉണ്ടാവണം. വീടില്ലാത്തവന് വീട് നൽകണം എന്ന ആ ഒരു നന്മ ഈ ലോകത്ത് സൃഷ്ടിക്കപ്പെടണമെങ്കിൽ, ആ നന്മ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ വീടില്ലാത്തവരുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ യതീമുകളായ ആളുകളെ അഥവാ അനാഥരെ സംരക്ഷിക്കണമെങ്കിൽ അനാഥരെ സംരക്ഷിക്കണം എന്ന ആ ഒരു നന്മ, ആ മഹത്തായ നന്മ ഈ ലോകത്തുണ്ടാവണമെങ്കിൽ ആദ്യം ഇവിടെ അനാഥരുണ്ടാവണം. അപ്പോൾ ഈ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ശരിയാണ്, ആ ദുരന്തം ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ആ ദുരന്തത്തിൽ നിന്ന് ഇവിടെ ഒരുപാട് നന്മകൾ, ദുരന്തം നേരിട്ട് ബാധിക്കാത്ത ആളുകൾ ഇവിടെ നന്മ ചെയ്യുമ്പോൾ അത് ഒരുപാട് നന്മകൾ ഇവിടെ ഉണ്ടായി വരുന്നു. ഇവർക്ക് നാളെ പരലോകത്ത് ഈ നന്മ ചെയ്യുന്ന ആളുകൾക്കുള്ള പ്രതിഫലം ലഭിക്കാനും അവർക്കുള്ള സ്റ്റേറ്റസ് ഉയർത്തപ്പെടാനുമാണ് ഇത് ഒരു പരീക്ഷണം എന്നുള്ളത്. രണ്ടാമത്തത്, ഈ ദുരന്തം നേരിട്ട് ബാധിച്ചിട്ടുള്ള ആളുകളുണ്ട്. ജീവൻ നഷ്ടപ്പെട്ട, സ്വത്ത് നഷ്ടപ്പെട്ട, കുടുംബങ്ങളെ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. ഇവർക്ക് എങ്ങനെയാണ് ഇതുകൊണ്ടുള്ള ഗുണം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്ന ആളുകൾക്ക്, ക്ഷമ അവലംബിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാത്ത പ്രതിഫലം നൽകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരിക്കലും തന്നെ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് ഇതിൻ്റെ ഹിക്മത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള കാര്യമോ മനസ്സിലാക്കാൻ സാധിക്കില്ല, അവർക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. പക്ഷേ ഈ പരലോകത്തിൽ വിശ്വസിക്കുന്ന നമ്മളെപ്പോലത്തെ ആളുകൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഇത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ പരലോകത്തിൽ വിശ്വസിക്കാത്ത ആൾ, ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്, എങ്ങനെയാണ് ഇവർക്ക് ഈ ഭൂമിയിൽ ദുരന്തത്തെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന ആളുകൾ, അവർ കൊടുക്കുന്ന ആൾട്ടർനേറ്റീവ് ദൈവമില്ല എന്നുള്ളതാണ്. അപ്പോൾ ദൈവമില്ലെങ്കിൽ, ഒരു പരലോകമില്ലെങ്കിൽ എങ്ങനെയാണ് ഈ ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ ഇവിടെ ലോകത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുക എന്നുള്ളത് പലപ്പോഴും അത്ഭുതത്തോടെ നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആൾട്ടർനേറ്റീവ് ആണോ, അതോ ദൈവമുണ്ട് എന്ന് നമ്മൾ പറയുന്ന നമ്മുടെ നെറേറ്റീവ് ആണോ, അതോ ദൈവമില്ല എന്ന് പറയുന്ന ആ നെറേറ്റീവിനാണോ ഇവിടെ ലോകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുക, അല്ലെങ്കിൽ മനുഷ്യന് ആശ്വാസം നൽകാൻ കഴിയുക എന്ന് കൃത്യമായി ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറയുന്നത് കാണാൻ പറ്റും, ഒരാൾ ഒരു ദുരന്തത്തിലൂടെ പോയി കഴിഞ്ഞ് പിന്നീട് അവർ പരലോകത്തെത്തി, ആ ദുരന്തം സംഭവിച്ച സമയത്ത് അവർ അവലംബിച്ച ആ ക്ഷമയിൽ അവർക്ക് ലഭിക്കുന്ന ഈ പ്രതിഫലം ഉണ്ടല്ലോ, ആ പ്രതിഫലം കാണുമ്പോൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആവശ്യപ്പെടും, യാ അല്ലാഹ്, ഞങ്ങളെ തിരിച്ച് ഈ ലോകത്തേക്ക് തന്നെ പറഞ്ഞയക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് കൂടുതൽ ദുരന്തങ്ങളും കൂടുതൽ പരീക്ഷണങ്ങളും നൽകി ഞങ്ങൾ കൂടുതൽ ക്ഷമയുള്ളവരായി തിരിച്ചു വരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുവഴി ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ പ്രതിഫലമാണ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം, ഞങ്ങളിത് കണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് വിഭാഗം ആളുകളെയും പരീക്ഷിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർ പരീക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടുമാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പാർഷ്യലായിട്ട് പറയാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഉത്തരമാണ്. അപ്പോൾ ഈ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ചിരിക്കും നമുക്ക് ഈ പ്രശ്നങ്ങളെ നേരിടാനുള്ള നമ്മുടെ കരുത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഒരു പ്രശ്നം സംഭവിക്കും, അല്ലെങ്കിൽ നന്മയിൽ വിശ്വസിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് പറയും നമുക്ക് പാവങ്ങൾക്ക് ഭക്ഷണം നൽകാം എന്നുള്ളത്. എന്നാൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ആളുകൾ അതിനെ കളിയാക്കിക്കൊണ്ട് പറയുന്നത്, എന്തിനാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്, നിങ്ങളുടെ അള്ളാഹു ഇല്ലേ, അള്ളാഹുവിന് ഭക്ഷണം കൊടുത്തൂടെ എന്നുള്ളതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നന്മ ചെയ്യാൻ, അല്ലെങ്കിൽ നന്മ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നന്മ ചെയ്യുമ്പോൾ നമ്മളെ അതിൻ്റെ ടൂളാക്കി ഉപയോഗിച്ചുകൊണ്ട് നമ്മളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആ നന്മ ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ മതത്തിൻ്റെ ആകത്തുക എന്നുള്ളത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു, എന്നെ നന്മയുടെ വാതിലുകളിലേക്കുള്ള താക്കോലാക്കി നീ എന്നെ മാറ്റണേ എന്നുള്ളത്. നമ്മൾ ആ താക്കോലാവാൻ
നമ്മൾ തയ്യാറെടുക്കുന്നതിനെയാണ് നമ്മുടെ ത്യാഗവും അതാണ് നമുക്കുള്ള പരീക്ഷണവും, അതുവഴി നമുക്ക് വമ്പിച്ച പ്രതിഫലവും ലഭിക്കാൻ പോകുന്നത്. മറിച്ച് അഹങ്കാരത്തോടു കൂടി എന്തിനാ ഞാൻ കൊടുക്കേണ്ട ആവശ്യം, നിങ്ങളുടെ റബ്ബ് റഹ്മാനല്ലേ, നിങ്ങളുടെ സൃഷ്ടിച്ച നാഥൻ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്തിനാ ഞങ്ങളിവിടെ സഹായിക്കേണ്ടത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മുടെ നാശത്തിലേക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ഒരൊറ്റ കാര്യം പറഞ്ഞു, ഇതിൻ്റെ ഒരുപാട് ഫദായിലുകളും ആളുകളെ സഹായിക്കുന്നതിൻ്റെയും ആളുകളെ ഇതിൻ്റെയൊക്കെ ഫദായിലുകളും നമുക്കറിയാം. ഒറ്റ കാര്യം മാത്രം മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഒരു അത്ഭുതം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഒരു പാവപ്പെട്ട ആളെ സഹായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ദുരിതത്തിലുള്ള ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ മതമുള്ളവനായിക്കോട്ടെ മതമില്ലാത്തവന് പോലും ഒരു സന്തോഷം ലഭിക്കുന്നുണ്ട്. ആ സന്തോഷം എന്നുള്ള ആ ഒരൊറ്റ കാര്യം, അതെങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ആ സന്തോഷം വരുന്നത്? നമ്മൾ ആ പണം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോവുകയാണ്, നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. നമുക്ക് പണം ഇങ്ങോട്ട് ലഭിച്ചതല്ല, നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോഴും നമുക്ക് എങ്ങനെയാണ് സന്തോഷിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ സൃഷ്ടിച്ച ആ റബ്ബ് നമുക്ക് തന്ന ഒരു വലിയ സമ്മാനമാണ്. ആ ഒരു ഹാപ്പിനെസ് നമ്മുടെ ഉള്ളിൽ അത് ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്. നമ്മളൊരാളെ സഹായിക്കുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ അതുവഴി നമുക്ക് ഉള്ളിൽ ലഭിക്കുന്ന വലിയൊരു സന്തോഷമുണ്ട്. ആ സന്തോഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ള ആ സൃഷ്ടിപ്പിൻ്റെ ഒരു മഹത്വവും അതിൽ വലിയൊരു അത്ഭുതവും ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരം ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുമ്പോഴും എല്ലാം നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ നേരിടുമ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ മനസ്സിനെ തന്നെ പാകപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവൃത്തിയുടെ ഹിക്മത്ത് നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അതേസമയം നമ്മൾ മനസ്സിലാക്കുക ഇത് കൃത്യമായ പരീക്ഷണമാണ്. ഈ പരീക്ഷണം നമ്മൾ കൃത്യമായ രീതിയിൽ നേരിട്ട് കഴിഞ്ഞാൽ എല്ലാ നിലക്കും നമുക്ക് അൾട്ടിമേറ്റ്ലി വലിയ ഗുണങ്ങൾ, അഥവാ കണക്കില്ലാത്ത പ്രതിഫലം ലഭിക്കുന്ന രീതിയിലുള്ള ഗുണങ്ങളെ നമുക്കിതുകൊണ്ട് ഉണ്ടാവാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരെ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൽ ക്ഷമ അവലംബിക്കാനും അവരുടെ പ്രയാസങ്ങൾ എളുപ്പമാക്കി കൊടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുൽ മലികുൽ ഹഖ് വലാ തഅജൽ ബിൽ ഖുർആനി മിൻ ഖബ്ലി അൻ യുഖ്ദാ ഇലൈക വഹ്യുഹു വഖുർ റബ്ബി സിദ്നി ഇൽമാ.